بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. മരണാവസരത്തിൽ മലക്കുൽ മൗത്ത് അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ഭയാനകതയെക്കുറിച്ചുള്ള ചരിത്രങ്ങളാണ്, ചില സംഭവങ്ങളാണ് ഇവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അന്ന റജുലൻ, ഒരാള് ജമഅ മാല്, കുറെ അധികം ധനം സമ്പാദിച്ചു. ഫഔഅ, അതിനെ അയാൾ വളരെ സുരക്ഷിതമായി സംഭരിച്ച് സൂക്ഷിച്ചു വെച്ചു. വലം യദഅ സിൻഫം മിനൽ മാലി ഇല്ലത്തഖദഹു, സാമ്പത്തിക മേഖലയിലെ ഒരു ഇനവും അയാള് സംഭരിക്കാതെ അയാൾ ഒഴിവാക്കിയില്ല. സാമ്പത്തിക മേഖലയിലെ എല്ലാ രംഗവും അക്കാലഘട്ടത്തിലുള്ള അയാൾ സ്വായത്തമാക്കി. വബിത്തന ഖസ്റൻ, അയാൾ വലിയൊരു മണിമാളിക ഉണ്ടാക്കി. വജഅല അലൈഹി ബാബൈനി വസീഖൈനി, ആ മണിമാളികയ്ക്ക് നല്ല ഉറപ്പുള്ള 2 ഗേറ്റും ഫിറ്റ് ചെയ്തു. ജമഅ അലൈഹി ഹറസൻ മിൻ ഗുൽമാനിഹി, അവിടെ അയാളുടെ സേവകരായ ആൾക്കാരെ കാവൽക്കാരായി നിശ്ചയിച്ചു. പിന്നീട് ജമഅ അഹ്ലഹു വസനഅ ലഹും തആമൻ, അതിൻ്റെ ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം, വീട് പാല് കാച്ചുക എന്നൊക്കെ പറയില്ലേ, അതിനു വേണ്ടി അയാളുടെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി. വസനഅ ലഹും തആമൻ, ഭക്ഷണവും ഒരുപാട് രുചികരമായ ഭക്ഷണമെല്ലാം പാചകം ചെയ്തു. വഖഅദ അലാ സരീരിഹി, അയാളുടെ പ്രത്യേകമായ അയാളുടെ ആ സോഫയിൽ ഇങ്ങനെ അയാൾ ഇരിക്കുകയാണ്. വറഫഅ ഇഹ്ദാ റിജ്ലിഹി അലൽ ഉഖ്റ, ഒരു കാലിന്മേൽ മറ്റേ കാലുമെല്ലാം കയറ്റി വെച്ച് അതിങ്ങനെ അഹങ്കാരിയായിട്ട് ഇരിക്കുകയാണ്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, കാലിന്മേൽ കാല് കയറ്റി വെക്കുക എന്നുള്ളത് അത്ര നല്ല ഇരുത്തമല്ല. പിന്നെ ശരീരത്തിന് ബലഹീനതയെല്ലാം ഉണ്ടാകുമ്പോൾ ശരീരത്തിനൊരു ഉഷാറ് കിട്ടാൻ വേണ്ടി കാലിന്മേൽ കാല് വെക്കാറുണ്ട്. അങ്ങനെ അല്ലാതെ ഞാൻ വലിയ പുള്ളിയാണെന്ന നിലയിൽ ഒരു കാലിൻ്റെ മേൽ വേറൊരു കാലുമൊക്കെ കയറ്റി വെക്കുക എന്നുള്ളത് അഹങ്കാരത്തിന്റെ ഭാഗമാണ്. ഏതായാലും ഇയാൾ അങ്ങനെ ഇരുന്നു. വഹും യഅ്കുലൂന, ജനങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വിളിച്ച ആൾക്കാരെല്ലാം. ഫലമ്മാ ഫറഗു, അവരാ വിരുന്നിൽ നിന്നെല്ലാം വിരമിച്ചപ്പോ കാല, ഇയാള് ഇതെല്ലാം കണ്ടിങ്ങനെ വല്ലാതെ സന്തുഷ്ടനായിട്ട് പറഞ്ഞു, യാ നഫ്സു അൻഇമി ലിസിനീന, വർഷങ്ങളോളം നീ ആസ്വദിക്ക്. ഫഖദ് ജമഅതു ലക മാ യക്ഫീക, നിനക്ക് മതിയാകുന്ന ഞാൻ ഇവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഫലം യഫ്റുഗ് ബിൻ കലാമിഹി, അയാളുടെ ഈ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞില്ല. ഹത്താ അഖ്ബല ഇലൈഹി, അയാളുടെ അടുക്കലേക്ക് വന്നു മലക്കുൽ മൗത്ത് ഫീ ഹൈഅത്തി റജുലിൻ, ഒരു മനുഷ്യന്റെ കോലത്തിൽ. അലൈഹി ഖലിഖാനും മിനസ് സിയാബി, നുരുമ്പിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വഫീ ഉനുഖിഹി, അയാളുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് ആ മലക്കിന്റെ മിഖ്ലാത്തുൻ യതശബ്ബഹു ബിൽ മസാക്കീനി, മിസ്കീന്മാരോട് സാദൃശ്യമായ നിലയിൽ ഈ ഉണങ്ങിയ റൊട്ടിയിലിടുന്ന ഒരു സഞ്ചി പഴയ കാലത്തുണ്ടായിരുന്നു. അത് ഓരോ വീട്ടിലും പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക്, സഞ്ചിയുടെ ഉള്ളിലേക്ക് റൊട്ടി ഇട്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു സഞ്ചിയും ഇയാളുടെ കഴുത്തിലുണ്ട്, ഈ മനുഷ്യന്റെ കോലത്തിൽ വന്ന മരക്കിന്റെ കഴുത്തിലുണ്ട്. ഫഖറഅൽ ബാബ ബിശിദ്ദത്തിൻ അദീമ, ഭയങ്കര ശക്തമായ രൂപത്തിൽ ആ വാതിൽ അയാൾ വന്ന് മുട്ടി. ഈ മലക്ക് വന്നിട്ട് മുട്ടി അലൈഹിസ്സലാം. ഖറഅൻ അഫ്സഅഹു, ഇയാളെ അത് പേടിപ്പിടിച്ചു കളഞ്ഞു. ഈ മുട്ടല് ഈ വീട്ടുകാരനെ, ഈ പ്രഭുവിനെ വല്ലാതെ ഭയവിഹ്വലനാക്കി. വഹുഅല ഫിറാശി, അയാളുടെ പ്രത്യേക വിരിപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൊ ഫവസബ ഇലൈഹിൽ ഗിൽമാനു, അയാളുടെ സേവകർ ഈ മനുഷ്യക്കോലത്തിൽ വന്ന മരക്കിനടുക്കിലേക്ക് എടുത്തിയാടി. വഖാലു മാ ശാനുക, എന്താ നിന്റെ കാര്യം, എന്താ വിഷയം? ഫഖാല, അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഉദുഉ ഇലയ്യ മൗലാക്കും, നിങ്ങളുടെ മുതലാളിയെ എങ്ങോട്ട് വിട്, എൻ്റെ അടുക്കിലേക്ക് വിളിക്ക്. ഫഖാലു, അവര് പറഞ്ഞു, വൈലാ മിസ്ലിക യഖ്റുജു മൗലാന, ഞങ്ങളുടെ മുതലാളി നിന്നെപ്പോലത്തെ തെണ്ടിയിടക്കിലേക്കാണോ വരുന്നത്, പോടാ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചു. കാല, അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, ഇങ്ങോട്ട് വിളിക്കുക, എൻ്റെ അടുക്കിലേക്ക് തന്നെ വരുന്നത്. അങ്ങനെ ഫഅഖ്ബറൂഹു, അവര് പോയി മുതലാളിയോട് കാര്യം പറഞ്ഞു. ബിദാലിക,
കാലപ്പോ മുതലാളി ചോദിച്ചു, ഹല്ല ഫഅൽതും ബിഹിയോ ഫഅൽതും, സാധാരണ ചെയ്യാറുള്ളതുണ്ടല്ലോ, അതൊന്നും ചെയ്തില്ലേ? അടിക്കുകയോ തള്ളിയിടുകയോ ഒക്കെ ചെയ്യണമല്ലോ. വീട്ടിലൊരു തെമ്മാടി കയറി വന്നാൽ അടിച്ച് പുറത്താക്കണം, ചെയ്തില്ലേ? ഫഖറഅൽ ബാബ ഖറഅത്തൻ അശദ്ദ മിനൽ ഊല, ആദ്യത്തിനേക്കാൾ കഠിനമായ രൂപത്തിൽ വീണ്ടും അയാൾ വാതിൽ വന്ന് മുട്ടി. ഫവസബൈനഹിൽ ഹറസു, അയാളുടെ ഈ സേവകര് ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് ചാടി. ഫകാല, അപ്പോഴാ മനുഷ്യന്റെ കോലത്തിൽ വന്ന മലക്ക് പറഞ്ഞു, അഖ്ബിറൂഹു, അവരോട് നിന്റെ യജമാനോട് നീ പോയി പറ, നിങ്ങൾ പോയി പറ, അന്നി മലക്കുൽ മൗത്ത്, ഞാൻ മരണത്തിന്റെ മലക്കാണെന്ന്. ഫലമ്മ സമിഉഹു, അത് കേട്ട് കഴിഞ്ഞപ്പോ ഉൽഖിയ അലൈഹിമുർ റുഅബു, അവരുടെ മനസ്സിൽ ഭീതി ഇടപെട്ടു. വഖഅല മൗലാഹും, അവരുടെ മുതലാളികൾക്ക് അദ്ദില്ലു വതഖശുഉ, നിസാരതയും ഭയവിഹ്വലതയും എല്ലാം ഉണ്ടായി. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖൂലൂ ലഹു, നിങ്ങൾ അദ്ദേഹത്തിനോട് പറ, ഖൗലൻ ലയ്യൻ, മയമായ വർത്തമാനം, വളരെ മയത്തിൽ സംസാരിക്കാവൂ. വഖൂലു, നിങ്ങൾ പറ, ഹൽ തഅഖുദു ബിഹി അഹദൻ, മുതലാളിക്ക് പകരം വേറെ ആരെങ്കിലും സ്വീകരിക്കുമോ? വേറെ ആരെയും കൊണ്ടുപോയാൽ മതിയോ എന്ന് ചോദിക്ക്. ഫദഖല അലൈഹി, അപ്പോ മലക്ക് ഇയാളുടെ അടുക്കലേക്ക് കയറി വന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മലക്ക് പറഞ്ഞു, ഇസ്നഉ ഫീ മാലിക മാ അന്ത സാനിഉൻ, നിന്റെ സ്വത്തില് നിനക്ക് ഇഷ്ടമുള്ളൂ ഇപ്പൊ ചെയ്യാം. നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യ്, പ്രവർത്തിക്ക്. ഫൈനി ലസ്തു ബി ഖാരിജിൻ മിന്ന, ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഹത്താ ഉഖ്രിജ റൂഹക, നിന്റെ റൂഹിനെ പിടിക്കുന്നത് വരെ, പുറപ്പെടുവിക്കുന്നത് വരെ. അങ്ങനെ ഫഅമറ ബിമാലിഹി, അയാളുടെ സ്വത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, സ്വത്തിന്റെ ഇനങ്ങളെ. ഹത്താ വുദിഅ ബൈന യദൈഹി, അങ്ങനെ സ്വത്തിന്റെ ഇനങ്ങളെല്ലാം അയാളുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. ഫഖാല, അപ്പൊ അയാൾ പറഞ്ഞു, ഹീന റആഹു, ആ സ്വത്തെല്ലാം കണ്ടപ്പോ, ലഅനകല്ലാഹു മിൻ മാലിൻ, നിന്നെ അല്ലാഹ് ശപിക്കട്ടെ, നീ വല്ലാത്തൊരു മോശമായ ധനം. അന്ത ശഗൽതനി, നീ എന്നെ ജോലിയാക്കി, അൻ ഇബാദത്തി റബ്ബി, എന്റെ രക്ഷിതാവിനെ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട്. മനഅതനി, നീ എന്നെ തടഞ്ഞു കളഞ്ഞു, അൻ അതഖല്ലാലി റബ്ബി, എന്റെ റബ്ബിന് വേണ്ടി സമയം ഒഴിവാക്കി എടുക്കുന്നതിനെ തൊട്ട് തടഞ്ഞു കളഞ്ഞു എന്നെല്ലാം പറഞ്ഞ് ശപിച്ചു ആ സ്വത്തിനെ. അപ്പോ ഫഅന്തഖല്ലാഹു, അല്ലാഹു തആല സംസാരിക്കാനുള്ള ശേഷി നൽകി, അൽ മാല, സ്വത്തിന്. ഫഖാല, അപ്പോഴാ സ്വത്ത് പറഞ്ഞു, ലിമ തസുബ്ബിനി, നീ എന്തിനാ എന്നെ ചീത്ത പറയുന്നത്? വഖദ് കുന്ത തദ്ഖുലു അല സലാത്തീനി, നീ വലിയ വലിയ ഭരണാധികാരികളുടെ അടുക്കൽ പോകുമായിരുന്നു ബി, എന്റെ സ്വത്തിന്റെ പേരിൽ, ഞാനുള്ളതിന്റെ പേരിലാണല്ലോ നീ ഭരണാധികാരികളുടെ അടുക്കലേക്ക് പോയത്. ബി, എന്നെ കൊണ്ട്, ഞാൻ കാരണമായി. വയറുദ്ദുൽ മുത്തഖി വയുറദ്ദുൽ മുത്തഖി അൻ ബാബിഹിം, ആ ഭരണാധിപന്മാരുടെ വാതിലുകളെ തൊട്ട് മുത്തഖികളെ ആട്ടി ഓടിക്കും. ചെമ്മാടികളുടെ വീടാണ് ഭരണാധിയുടെ വീട്, അവിടെ നീ പോകുമായിരുന്നു നിന്റെ സ്വത്തും കൊണ്ട്. വകുന്ത, നീ ആയി തൻകിഹുൽ മുതനഖിമാതി, ലലലാമണികളെല്ലാം വിവാഹം കഴിക്കുന്ന ആളായി. ബി, എന്റെ കൊണ്ടാണ് നീ ഒരുപാട് പെണ്ണ് കെട്ടി സുഖിച്ച് ജീവിച്ചത്. തജ്ലിസു മജാലിസൽ മുലൂക്കി, ഭരണാധി രാജാക്കന്മാരുടെ മജ്ലിസുകൾ നീ ചെല്ലുമായിരുന്നു. ബി, എന്നെ കൊണ്ട്. തുൻഫിഖുനി, എന്നെ നീ ചെലവഴിക്കും. ഫി സബീലി ശരി, ഷറിന്റെ വഴിയിൽ. അപ്പൊ ഫല അംതന്യോ മിങ്ക, നിന്നെ തൊട്ട് ഞാൻ ഒന്നിനെയും തടയുകയില്ല, പ്രതിരോധിക്കുകയില്ല, എനിക്ക് ആ ശേഷിയില്ല. അഥവാ വലവ് അൻഫഖ്തനി, നീ എന്നെ ചെലവഴിച്ചിരുന്നെങ്കിൽ, ഈ സബീലിൽ ഖൈരി, ഖൈറിന്റെ വഴിയിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ, നഫഅതുക, ഞാൻ നിനക്ക് പ്രയോജനം ചെയ്യുമായിരുന്നു. ഖുലിഖ്ത, നിന്നെ പടയ്ക്കപ്പെട്ടു, യബ്ന ആദം, മനുഷ്യ, മിൻ തുറാബിൻ, മണ്ണിനാലാണ് പടയ്ക്കപ്പെട്ടത്. മുന്തലിക്കുൻ ബി ബിർരിൻ, നന്മയുമായിട്ട് പോകുന്നവനുണ്ട്. മുന്തലിക്കുൻ ബി ഇസ്മിൻ, അവസാനം തിന്മയുമായി പോകുന്നവനുമുണ്ട്. ഇത്രയും ആ സ്വത്ത് പറഞ്ഞു. സുമ്മ, പിന്നീട് ഖബള മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം പിടിച്ചു റൂഹ, അയാളുടെ റൂഹിനെ. ഫസക്കത്ത, അയാള് താഴെ വീണു. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. വഖാല വഹബ് ബിൻ മുനബ്ബഹിൻ റഹ്മഹുല്ലാഹ്, ഖബള മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് പിടിച്ചു റൂഹ ജബ്ബാരിൻ മിനൽ ജബാബറത്തി, തെമ്മാടികൾപ്പെട്ട ഒരു തെമ്മാടിയുടെ റൂഹം പിടിച്ചുകൊണ്ട് പോവുക. മാഫിൽ അർളി മിസ്ലു, ഭൂമിയിൽ അതുപോലത്തെ വേറൊന്നില്ല. ഈ സംഭവം ശദ്ദാദിനെ പറ്റിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആയിക്കോട്ടെ. സുമ്മ അറജ ഇല സമായി, അങ്ങനെ മലക്ക് ആകാശത്തിലേക്ക് മലക്കുൽ മൗത്ത് കയറിപ്പോയി. ഫകാലത്തിൽ മലായികത്ത്, മലക്കുകൾ ചോദിച്ചു, ലിമൻ കുന്ത അശദ്ദ റഹ്മത്തൻ മിമ്മൻ ഖബൽത റൂഹഹു, ലിമൻ, ആരോടാണ്, കുന്ത അശദ്ദ റഹ്മത്തൻ, നീ കഠിനമായ കാരുണ്യം തോന്നിയത് നിനക്ക്, മിമ്മൻ ഖബൽത റൂഹഹു, നീ റൂഹ് പിടിച്ച ആൾക്കാരിൽ നിന്നും, ആരുടെ റൂഹ് പിടിച്ചപ്പോഴാണ് നിനക്ക് വല്ലാത്ത ഒരു കാരുണ്യം തോന്നിയത്?
കാല മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം പറഞ്ഞു, ഉമിർത്തു എന്നോട് കൽപ്പിക്കപ്പെട്ടു ബി ഖബ്ദി നഫ്സി ഇംറഅത്തിൻ, ഒരു സ്ത്രീയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിക്കപ്പെട്ടു. ഒരു സ്ത്രീയുടെ റൂഹ് പിടിക്കാൻ ഫി ഫലാത്തിന്, ഒരു മരുഭൂമിയിലാണ്, മിനൽ അർദി. അങ്ങനെ ഫാത്തൈതുഹ, ഞാൻ അവളുടെ അടുക്കലേക്ക് ചെന്നു. വഖദ് വലദത്ത് മൗലൂദൻ, അവളൊരു കുട്ടിയെ പ്രസവിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഫറഹിംതുഹ, ഞാൻ അവളോട് ഒരു കരുണ എനിക്ക് തോന്നി. ലി ഗുർബത്തിഹ, അവള് ഗുർബത്തിലാണ്, അഥവാ അവള് പരദേശിയാണ്, വിദേശത്താണ്, ആരും സഹായിക്കാനില്ല. വറഹിംതു വലദഹ, ഞാൻ അവളുടെ കുട്ടിയോടും ഒരു കരുണ തോന്നി. ഈ സിഗരി, ആ കുട്ടി ചെറുതാണല്ലോ. കൗനിഹി ഫി ഫലാത്തിൻ, മൈതാനത്ത് മരുഭൂമിയിലാണ്. ലാ മുതഅഹിദ ലഹു, ആ കുട്ടിയെ പരിപാലിക്കാൻ ആരുമില്ല, ബിഹാ, ഇവൾക്ക് പകരം. അപ്പൊ ഞാൻ ആ തള്ളയുടെ റൂഹ് പിടിച്ചാൽ ഈ കുട്ടിയുടെ കാര്യം എങ്ങനെയാകും? പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം പിടിച്ചല്ലേ പറ്റൂ, ഞാൻ പിടിച്ചു. അപ്പൊ ഫക്കാലത്തിൽ മലായിക്കത്തു, മലക്കുകൾ പറഞ്ഞു, അൽ ജബ്ബാറുല്ലദീ ഖബൽതൽ ആൻ റൂഹഹു, ആ അഹങ്കാരി ഉണ്ടല്ലോ, നീ ഇപ്പൊ പിടിച്ച റൂഹ് പിടിച്ച ആ അഹങ്കാരി, തെമ്മാടി, ഹുവ ദാലിക്കൽ മൗലൂദു, ആ മരുഭൂമിയിൽ കിടന്ന ആ കുട്ടിയാണിത്. അല്ലദീ റഹംതു, നിനക്ക് കാരണം തോന്നിയില്ലേ, ആ കുട്ടിയാണിത്. ഫഖാല മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, സുബ്ഹാനൽ ലതീഫ് ലിമാ യശാ, സുബ്ഹാനൽ ലതീഫ് ലിമാ യശാ. അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നവരോട് അനുകമ്പ കാണിക്കുന്നവനാണ്, അവൻ എത്രയോ പരിശുദ്ധനാണ്. അതിൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാമിന് ഈ സംഭവം അറിഞ്ഞുകൂടായിരുന്നു, മലക്കുകൾക്ക് അറിയായിരുന്നു. കാല അത്താഇബ്നു യസാരിൻ, അത്താഇബ്നു യസാർ റഹ്മത്തുള്ളാഹി പറയാണ്, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാന്റെ 15 കഴിഞ്ഞാൽ രാത്രി, ദുഫിഅ കൊടുക്കപ്പെടും, ഇലാ മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്തിന്റെ കയ്യിൽ, സഹീഫത്തുൻ, ഒരു റിക്കാർഡ്. ഫയുഖാൽ, എന്നിട്ട് പറയപ്പെടും, ഇഖ്ബുദ് ഫി ഹാദിഹി സന, ഈ വർഷം നീ പിടിക്കണം, മൻ ഫി ഹാദിഹി സഹീഫ, ഈ റിക്കാർഡിലുള്ളതിനെല്ലാം പിടിക്കണം. അള്ളാഹു താല നമ്മളെ അതിൽ പെടുത്തുവോ ഇല്ലേ, കഴിഞ്ഞ റിക്കാർഡിൽ നമ്മൾ ഉണ്ടോ ഇല്ലേ, അള്ളാഹുവിന് മാത്രം അറിയാം. അടുത്ത് വരുന്ന റിക്കാർഡ് നമ്മൾ ഉണ്ടാവുകയോ ഇല്ലേ, അത് അള്ളാഹുവിന് അറിയാം. കാല, അദ്ദേഹം പറയാണ്, ഫൈനൽ ആബിദ്, ഒരു അടിമ, ലയഗ്രിസുൽ ഖറാസ, അയാള് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും. വയൻകിഹുൽ അസ്വാജ, നല്ല കാണാൻ കൊള്ളുന്നതിനെയൊക്കെ വിവാഹം കഴിച്ചെടുക്കും. ബനൽ ബുഞ്ഞാന, വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വെക്കും. ഏതവസ്ഥയിൽ വൈനസ്മഹു, അവന്റെ പേര് ഫീതിൽക്ക സഹീഫത്തി, ഈ ഏടിലുണ്ട്, ഈ റിക്കാർഡിലുണ്ട്. വഹുവലായതിരി, അവനത് അറിയുന്നില്ല. വക്കാൽ ഹസൻ, ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറയാണ്, മാമിൻ യൗമിൻ, ഒരു ദിവസവുമില്ല, ഇല്ലാ വ മലക്കുൽ മൗത്ത് യതസഫഹു കുല്ല ബൈത്തിൻ സലാസ മർറാത്ത്, മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം ഓരോ വീട്ടിലും ചികഞ്ഞ് പരിശോധിച്ചിട്ടല്ലാതെ 3 പ്രാവശ്യം ഒരു വീട്ടിൽ മരിക്കാറായത് ആരെങ്കിലും ഉണ്ടോന്ന്. ഫമൻ വജദഹു മിന്നും, ഫമൻ, ഒരാള്, വജദഹു, അദ്ദേഹത്തിനെ മലക്കുൽ മൗത്ത് എത്തിച്ചു, മിന്നും, ഇവരിൽ നിന്നും, ഖദ്സ്തൂഫിയ റിസ്ഖുഹു, അയാളുടെ റിസ്ക്കിനെ പൂർത്തിയാക്കപ്പെട്ടു, ഇനി റിസ്ക്കൊന്നും ഇല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വൻകല അജുല, അയാളുടെ അവധി കഴിഞ്ഞു, എന്നാൽ ഖബല റൂഹു, അയാളുടെ റൂഹിനെ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം പിടിക്കും. അങ്ങനെ ഫൈദ ഖബല റൂഹു, അയാളുടെ റൂഹിനെ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം പിടിച്ചാൽ, അഖ്ബല അഹ്ലുഹു, അവന്റെ ആൾക്കാരെല്ലാം കൂടെ ബി റന്നത്തിൻ വ ബുക്കായിൻ, ഏങ്ങലും കരച്ചിലുമായി മുന്നിടും. അവരിങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങി, പോയല്ലോ, കൊണ്ടുപോയല്ലോ. അപ്പൊ ഫയഖുദു മലക്കുൽ മൗത്തി, മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം തിരിഞ്ഞു നിന്നിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കും. ബി അദാദത്തയിൽ ബാബി, വാതിലിന്റെ 2 പടിയുണ്ടല്ലോ, അപ്പുറം ഇപ്പുറം 2, പിന്നെ വാതിലിന്റെ കട്ടള, ആ കട്ടളയുടെ ഒരു പടി, അതില് അയാളുടെ മലക്ക് കൈ വെച്ചുകൊണ്ട് നിൽക്കും. ഫയഖൂൽ, എന്നിട്ട് മലക്ക് പറയും, വല്ലാഹി മാ അക്കൽതു ലഹു റിസ്ഖൻ, ഞാൻ ഇവന്റെ റിസ്ക് കഴിച്ചിട്ടില്ല. വല അഫനൈതു ലഹു ഉംറൻ, ഇവന്റെ ആയുസിനെ ഞാൻ നശിപ്പിച്ചിട്ടില്ല. വലൻ തഖസ്തു ലഹു അജ്റൻ, ഇവനക്കുള്ള അവധിയെ ഞാൻ കുറച്ചിട്ടുമില്ല. വൈന്നലി, നിശ്ചയമായും എനിക്കുണ്ട്, ഫീക്കും, നിങ്ങളിൽ ലഔദത്തൻ ബഅദ ഔദ, ഓരോ പ്രാവശ്യം വീണ്ടും വീണ്ടും ഇവിടെ മടങ്ങി വരേണ്ടതുണ്ട്. ഹത്താ ലാ ഉബ്ഖിയ മിൻകും അഹദൻ, നിങ്ങളുടെ ആരെയും ഞാൻ ശേഷിപ്പിക്കുകയില്ല, എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോകും. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ, ഈമാൻ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവിധ മുസീബത്തിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു തആല നമ്മളെ രക്ഷിക്കട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, നല്ല അന്തസ്സുള്ള മരണം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബിയ്യിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.